95 മുതൽ 2025 വരെയുള്ള 30 വർഷത്തിനിടയിൽ 7 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. ആ 7 തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ വിജയമാണ് UDFന് നൽകിയത്. തിളക്കമാർന്ന വിജയമാണ് നൽകിയത്. ഇത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കുന്നു. ഗൌരവത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല ഭരണമുണ്ടാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവർ ഒരേപോലെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. മലബാറിലും മധ്യ കേരളത്തിലും വിസ്മയകരമായ വിജയമുണ്ടായപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അതാണ് ഈ വിജയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കണക്കൂട്ടൽ ഞങ്ങൾക്ക് മധ്യ കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമുണ്ടാകും. ഇപ്പം നമ്മൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മധ്യ കേരളത്തിൽ, പിന്നെ കൊല്ലം ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് കോർപ്പറേഷൻ എന്നറിയാമായിരുന്നു. അത് ജയിച്ചു. അപ്പൊ 3 കോർപ്പറേഷൻ ഉറപ്പായിരുന്നു. 4ാമത്തെ കോർപ്പറേഷന്റെ സാധ്യത ഞങ്ങൾ കണ്ടിരുന്നു. അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചെറിയ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ പോയത്. ചെറിയ വ്യത്യാസം. ഒരു കോർപ്പറേഷനാണ് ആകെ LDFന് കിട്ടിയത്, ചെറിയ വ്യത്യാസത്തിൽ. അതെല്ലാം കൂടി ഏകദേശം ഒരു 125 വോട്ടിനാണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും കൂടി തോറ്റത്. ഒരു 125 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ കൂടി നമ്മൾ വരുമായിരുന്നു. അപ്പൊ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് തീർച്ചയായിട്ടും വരുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ നമ്മൾ ഇരട്ടിയായി. BJP ആണ് ഭരിക്കുന്നതെങ്കിലും റൂറൽ ഏരിയയിൽ ഞങ്ങൾ വലിയ തിരിച്ചുവരവ് പഞ്ചായത്തുകളിലേക്കുണ്ടായി. എല്ലാ ജില്ലകളിലും വലിയ വൻ വിജയം പഞ്ചായത്തുകളുണ്ടായി. 500-ലധികം പഞ്ചായത്തുകൾ കേരളത്തിൽ നേടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചരിത്ര വിജയമാണ്. വലിയ വിജയമാണ് ജനങ്ങൾ തന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ UDFനെതിരെ ഉന്നയിച്ചിരുന്നു. അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളത്. അല്ലല്ല, മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ചില വിഷയങ്ങൾ കൊണ്ടുവന്നത്. ആ വിഷയങ്ങളിലൊക്കെ ഞങ്ങളുടെ നിലപാടുകൾ വീണ്ടും CPMനെ പ്രതിരോധത്തിലാക്കി. എന്ത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയതും ഏത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാനും നോക്കിയത്. ഞങ്ങൾക്കെതിരായി വന്ന വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കുകയും അതേ വിഷയത്തിൽ CPMനെ ഞങ്ങൾ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായി. സർക്കാരിന് എതിരായി ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രം, ആ കുറ്റപത്രം ജനങ്ങൾ നന്നായി ചർച്ച ചെയ്തു. പിന്നെ ഞങ്ങളൊരു ബദൽ പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ അങ്ങനെ എല്ലാം മറക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ഒന്ന്, ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ പാറ്റേൺ ഒന്ന്, വേറൊന്ന്, ഇതിന്റെ പാറ്റേൺ വേറൊന്ന്. നിയമസഭയിൽ ഇനി ഒരുപാട് ജോലി ചെയ്യണം ഞങ്ങള്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ നുണ പറയണ്ട. ഞങ്ങൾ ജയിക്കും, പക്ഷെ വൻ വിജയം മേടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, തിളക്കമാർന്ന വിജയം നിയമസഭയിൽ ഉണ്ടാകും. ഇത് കഠിനാധ്വാനം കൊണ്ടുകൂടിയാണ് ഈ വിജയം. അതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോ എന്തെല്ലാം പറയും. CPMനോട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPMനൊന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. അവരെ മനസ്സിലാക്കാൻ അവരിപ്പോഴും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞാൻ പിറ്റേ ദിവസം ഒന്ന് പിച്ച് നോക്കി. അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അങ്ങനത്തെ കണക്ക് പറയും. അത് EMSന്റെ കാലം മുതൽ തുടങ്ങിയ ഒരു കണക്കാണ്. അത് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ. അതിൽ MV ഗോവിന്ദൻ ഭയങ്കര എക്സ്പേർട്ടുമാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേ സമർത്ഥിക്കുക. അതൊന്നും അല്ലല്ലോ. BJP, ഞാൻ പറഞ്ഞല്ലോ, BJP എല്ലാ സംസ്ഥാനത്തും എല്ലായിടത്തൊന്നും വളർച്ച ഉണ്ടാക്കിയിട്ടില്ല. CPMന്റെ ചെലവിലാണ് BJP വളർന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം എത്ര പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം മാറി ഭൂരിപക്ഷ പ്രീണനമായി. ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി 87-ൽ EMS ചെയ്തതുപോലെ പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അറിയാലോ, അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അതിന്റെ ഗുണഭോക്താവാകാൻ പോകുന്നത്
BJP ആണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പൊ അത് യാഥാർത്ഥ്യമായി. ആ തിരുവനന്തപുരത്ത് അവര് നഗരസഭയിലേക്കുള്ള BJPയുടെ വഴിയിൽ താമര ഇതളുകൾ വിതറി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. CPMന്റെ ഈ ഭൂരിപക്ഷ പ്രീണനമാണ്. ഞങ്ങൾ എപ്പോഴും പറയാണ്, ഞങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ പ്രീണനമില്ല, ഒരു ഭൂരിപക്ഷ പ്രീണനമില്ല. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ ഇതിനായിട്ട് പറയും. വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിന്തുണച്ചത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേരളത്തിന്റെ ഒരു മനസ്സ് സെക്യുലർ മനസ്സാണ്. ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ പൊസിഷനിങ് ആണ്. അത് CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്ന് പണം തന്നിട്ടാണ് ഈ ഔദാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അവർ വീട്ടിൽ നിന്ന് കൊടുത്ത ഇവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ആളുകൾ ചാപ്പാടടിച്ച് എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അവരുടെ പരാതി. മനസ്സിലായ? അപ്പൊ എത്ര രീതിയിലാണ്, എത്ര ഹീനമായ രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നെടുത്ത് ഇവിടെ ക്ഷേമ പരിപാടികൾ, ആദ്യമായി ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയ ഗവൺമെന്റാണിത്. ആദ്യമായി പെൻഷൻ നടപ്പാക്കിയ ഗവൺമെന്റാണിത്. ആണോ? എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ ചായ മേടിച്ച് കുടിച്ചിട്ട് എന്തായി പറയണ CPMന്റെ പൈസ. മധ്യകേരളത്തിലാണ് കോൺഗ്രസിന് പ്രതീക്ഷന് അപ്പുറത്തേക്ക് വിജയം ഉണ്ടായെന്ന് പറഞ്ഞു. മധ്യകേരളത്തിലെ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അവരെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ UDF എന്ന് പറയുന്നത് കുറെ രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേരുന്ന ഒരു മുന്നണി മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരും സംഘടനകളും സാമൂഹ്യ ഘടകങ്ങളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി UDF വളർന്നു. ആരും കണ്ടില്ല. അല്ല കേട്ടോ, ആരും കണ്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പൊ UDFന്റെ അടിത്തറ ഇപ്പൊ തന്നെ വിപുലമായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFൽ നിന്നും അതുപോലെ NDAയിൽ നിന്നും പല ഘടകകക്ഷികളും, ഞാൻ പേരൊന്നും പറയില്ല, UDFലേക്ക് വരും. അതുകൂടാതെ 2016ലും 2021ലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ 100 സീറ്റിലധികം വാങ്ങിക്കണം എന്നുള്ള ടാർഗറ്റോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അതിന്റെ എല്ലാം ആത്മവിശ്വാസം. നിങ്ങളപ്പോ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വിശ്വാസമെന്ന്. ഇതാണ് വിശ്വാസം. UDF എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല, അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് UDF പോയി. അതാണ് അറിയേണ്ടത്. CPM ഉൾപ്പെടെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ. PMC വിഷയത്തിൽ ഉൾപ്പെടെ എടുത്ത നിലപാടിൽ വീഴ്ച സംഭവിച്ചു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ ഒരു ആക്ഷേപം ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അമിത്ഷാ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കും. ക്യാബിനറ്റിൽ ആ ഒപ്പിട്ട് കൊടുത്തിട്ട് ക്യാബിനറ്റിൽ വന്നിട്ട് ഒപ്പിട്ടായി അവരോട് പറയാതെ അവരെ കബളിപ്പിച്ചില്ലേ CPI. അപ്പൊ ഇടതു മുന്നണി ശിഥിലമാവും, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമീപിക്കേണ്ട രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയേണ്ട ഒരാളല്ല, പറയാൻ പാടില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, കോൺഗ്രസ് ആലോചിക്കും, ഞങ്ങൾ UDFൽ ആലോചിച്ച് തീരുമാനമെടുക്കുക. അതിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, CPM ആണ് അതിന് വളം വെച്ചു കൊടുത്തതും വഴിയൊരുക്കി കൊടുത്തതും എല്ലാം ചെയ്തു കൊടുത്തത്. CPMന്റെ ചെലവില്ല. ഞങ്ങളുടെ ഒരു വോട്ടും പോയിട്ടില്ല. വോട്ട് പോയിട്ടുണ്ടെന്ന് CPM ഒന്ന് തപ്പി നോക്ക്. പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് തപ്പണ്ടാണ്. ഇടതു മുന്നണി ശിഥിലമാവുന്ന പറഞ്ഞു, സീറോ ആവുന്നല്ല, ശിഥിലമാവും. രണ്ടും തമ്മിൽ വ്യത്യാസം. ശിഥിലമാവും. UDF കേരളത്തിലെ ഇപ്പൊ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ അടിത്തറ വീണ്ടും വിപുലീകരിച്ച് 100ലധികം സീറ്റ് കേരളത്തിൽ നേടാൻ പാകത്തിൽ ഉള്ള കരുത്തുറ്റ പ്രസ്ഥാനവും. അതോടൊപ്പം LDF ശിഥിലമാവും. നമ്മൾ എന്തിനാ അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എപ്പോഴും എന്തിനാ ആവർത്തിക്കുന്നത്, തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോവാന്ന് ചോദിച്ചാൽ പോവും, ഉറപ്പായിട്ട് പോവും.
അല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം തുടരട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ഇനിയിപ്പോ 2-3 മാസമുള്ളൂ, നന്നായാലുള്ള സമയമില്ല. അവര് നന്നായാല് നമുക്കല്ലേ ബുദ്ധിമുട്ട്. നമ്മൾ എന്തിനാ വഴി പറഞ്ഞു കൊടുക്കണം? ഇനി ഞങ്ങൾ പറയാം, കേരളം നന്നാക്കാനുള്ള വഴികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും ജനുവരി. കേരളത്തിന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും പറയാത്ത കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. ഞങ്ങൾ 1-1.5 വർഷമായിട്ട് അതിനുവേണ്ടി, കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഭാവി കേരളത്തെക്കുറിച്ചുള്ള നല്ലത് സംസാരിക്കാൻ. അത് ജനുവരി പറയാം. അതാ എപ്പോഴേ തുടങ്ങി. ഈ മലപ്പുറത്ത് ഉൾപ്പെടെ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഗുണം ചെയ്തു എന്നാണ് അവർ ടീം UDF. നിങ്ങൾ 2020-ലും 2015-ലും സാമ്പാർ മുന്നണിയായിരുന്നു മലപ്പുറത്ത്. UDF-ഉം LDF-ഉം അല്ല മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഒക്കെ കൂടിയേ. പ്രാവശ്യം അതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ടീം UDF എന്ന് പറയുമ്പോ നിങ്ങൾ ഞാൻ പറയുന്ന പല കാര്യം അപ്പ ഗൗരവത്തിലെടുക്കാറില്ല. അതാണ് പ്രശ്നം. ടീം UDF എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. മലപ്പുറത്ത് കണ്ടില്ലേ, ടീം UDF ആയപ്പോ ഒരാള് വേണ്ട അപ്പുറത്ത്. CPM-ന് ഒരു സീറ്റില്ല ജില്ലാ പഞ്ചായത്തില്. അതാണ് ആ ടീം UDF-ന്റെ ഇഫക്റ്റ്. എറണാകുളത്തൊക്കെ സ്ഥിതി എന്താ? 3 അത് നോമിനേഷൻ തള്ളിപ്പോയതാ. ഒരെണ്ണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോയി. ശരിക്കും 2 സീറ്റാ. അതൊക്കെ അതിനൊരു സമയവും പ്രൊസീജിയറും കാര്യമുണ്ടല്ലോ. തിരുവനന്തപുരത്ത് BJP വരാതിരിക്കാൻ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാവും? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെല്ലാം കൂട്ടായ നേതൃത്വമാണ്. ഞങ്ങളുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ, എല്ലാവരുടെ ആലോചിച്ച് ചെയ്യുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. അത് തീരുമാനിക്കും, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. വോട്ടിംഗ് ദിനത്തിൽ പോലും അതുൾപ്പെടെ അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ആ വിഷയത്തിലൊക്കെ അവരാണ് പ്രതിരോധത്തിലായത്. കോൺഗ്രസ്, ഞാൻ അപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത് അഭിമാനത്തിൽ. ആരാ പ്രതിക്കൂട്ടിൽ? സ്ത്രീലമ്പടന്മാർ എന്ന് ഞാൻ വിളിച്ചപ്പോ മന്ത്രിസഭയിൽ എത്ര സ്ത്രീലമ്പടനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. MLA-മാരിൽ എത്ര LDF MLA-മാരിൽ എത്ര സ്ത്രീലമ്പടന്മാരുണ്ടെന്ന് ചോദിച്ചു. സ്വന്തം ഓഫീസിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ ആളുകൾ കേൾക്കുമല്ലേ. അപ്പൊ ആളുകൾ അതൊക്കെ എണ്ണി നോക്കി കാണും. ഒരു ഇംഗ്ലീഷ്